മലപ്പുറത്തോടുള്ള വിദ്യാഭ്യാസ വിവേചനത്തെ തുറന്നു കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കളക്ട്രേറ്റ് മാർച്ച്, ഈ കളക്ട്രേറ്റ് പഠിക്കൽ നടത്തിയത്. ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ രൂപീകരണ കാലം തൊട്ട് തന്നെ അത് ഈ മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വർഷം നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ഡാറ്റകൾ പരിശോധിച്ച് പ്രാഥമിക കണക്കുകളെടുത്ത് മലപ്പുറത്തെ വിദ്യാഭ്യാസ വിവേചനത്തെ തുറന്നു കാണിച്ചതാണ്. മലപ്പുറത്തെ 16 നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ജനകീയ വിചാരണ ജാഥകളാൽ കൃത്യമായി രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചുകൊണ്ട് മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ നാടിനോട് സംവദിച്ചതാണ്. ഈ നാട്ടിലെ മനുഷ്യരോട്, ഈ നാട്ടിലെ പൊതുസമൂഹത്തോട്, യുവജന സമൂഹത്തോട് സംസാരിച്ചതാണ്. മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം 2ാം അലോട്ട്മെന്റ് ഇന്നലെ വരുമ്പോഴും വലിയ അർത്ഥത്തിൽ പ്രതിസന്ധിയാണ്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 29,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരമില്ലാത്ത ഭീകരമായ വിവേചനമാണ് മലപ്പുറത്തുള്ളത്. ഞങ്ങൾ പറയുന്നത് ലബ്ബ കമ്മിറ്റിക്ക് 40:1:40 എന്ന് പറയുന്ന ഒരു ശുപാർശയുണ്ടെങ്കിൽ ലബ്ബ കമ്മിറ്റി ഈ മലപ്പുറം ജില്ലയിൽ ലബ്ബ കമ്മിറ്റിയുടെ ശുപാർശകൾ, കാർത്തികേയൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നിടത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നിടത്ത് ബാധ്യത ഗവൺമെന്റിനുണ്ടെന്ന് ഉള്ളതാണ്. എന്നാൽ 40 എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ 60ഉം 65ഉം 70ഉം ഒക്കെ ക്ലാസ്സിൽ കുത്തി നിറഞ്ഞ് പഠിക്കേണ്ട അന്തരീക്ഷമാണ് ഈ മലപ്പുറം ജില്ലയിലുള്ളത്. ഞങ്ങൾ പറയുന്ന ലബ്ബ കമ്മിറ്റിയിൽ 40 എന്ന് പറയുന്ന നിർദ്ദേശമുണ്ടെങ്കിൽ ആ 40-ൽ നിന്ന് അത് 41, 42 ആയാലും ഞങ്ങൾ അനുവദിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. 40 എന്ന് പറയുന്ന ലബ്ബ കമ്മിറ്റിയുടെ തീരുമാനമുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലക്കാരനും വേണം എന്നുള്ള അർഹമായ അവകാശത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് വെറുതെ ഞങ്ങൾ വന്നതല്ല. ഇത് ഞങ്ങൾ ഈ ഇന്റിമേഷനുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരോട് ഞങ്ങൾ സംസാരിച്ചതാണ്. ഇവിടുത്തെ ഭരണകൂടത്തോട് ഇവിടെ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇന്റിമേഷൻ കൊടുക്കാതെ, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദ പാലിക്കാതെയല്ല ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സമരം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അനുമതി നിഷേധിക്കുകയാണ്. ഇവിടെ സൗണ്ട് പെർമിറ്റുകാരന് പോലും പറഞ്ഞിട്ടുണ്ടത്രേ സ്റ്റേഷനിലേക്ക് വണ്ടി ഇട്ടുകൊടുക്കണമെന്ന്. ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഉമ്മാക്കി കാണിക്കുമ്പോൾ അതിന് മുട്ടുമടക്കി തരാൻ ഇത് നിങ്ങളുടെ ഏതെങ്കിലുമുള്ള പാർട്ടിയല്ല. SFI പോലെയുള്ള, KSU പോലെയുള്ള, MSF പോലെയുള്ള പാർട്ടിയല്ല. ഇത് ഇന്ത്യയിലെ 2ാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ആണ് എന്നുകൂടി, പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ആണ്. മുട്ടുമടക്കാതെ അനീതിക്കെതിരെ, ഭരണകൂടത്തിനെതിരെ പോരാടാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിത്വത്തിന്റെ പേരാണ്, ആ വിദ്യാർത്ഥി പരിസരത്തിന്റെ പേരാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഈ പരിപാടിയിൽ നിങ്ങളോട് സംവദിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. മുഴുവൻ ഇവിടുത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഫ്രറ്റേണിറ്റി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ കരയിൽ നേതൃത്വം നൽകുന്ന നെയ്യും ഗഫൂർ അടക്കമുള്ള നേതാക്കന്മാർ, ബാസിദ് ജാനൂർ അടക്കമുള്ള നേതാക്കന്മാർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, മറ്റു എല്ലാ നേതാക്കളെയും ഒറ്റവാക്കിൽ നന്ദിയും അത് കടപ്പാടും അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഫ്രറ്റേണിറ്റി.